സ്വാഗതം. മാറഞ്ചേരിയിൽ പട്ടാപ്പകൽ മൊബൈൽ ടവറിൽ നിന്നും കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കുന്നംകുളം വള്ളാർക്കാട് സ്വദേശി അഷ്റഫ് എന്നയാളാണ് പിടിയിലായത്. മാറഞ്ചേരി CHCക്ക് സമീപം മണമൽ ജമാലിന്റെ കെട്ടിടത്തിന് മുകളിലെ ടവറിൽ നിന്നാണ് കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. വൻതോതിൽ കുന്നിടിച്ചു നിരത്തുന്നത് റവന്യൂ അധികൃതർ തടഞ്ഞു. 2 വാഹനങ്ങൾ പിടികൂടി. കേരള എസ്റ്റേറ്റ് ചീനിപ്പാടത്ത് സംസ്ഥാന പാതയോരത്താണ് കുന്നിടിച്ചു നിരത്തുന്നതും പാറ പൊട്ടിക്കുന്നതും. കുന്നിടിക്കാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രവും ടിപ്പർ ലോറിയും തഹസിൽദാർ പിടികൂടി. അമരമ്പലത്ത് 105 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ജനുവരി 27 നടക്കും. തരിശി മാമ്പോയിലെ 82 കുടുംബങ്ങൾക്കും പുതിയലകത്തെ 25 കുടുംബങ്ങൾക്കുമാണ് പട്ടയം അനുവദിച്ചത്. വേങ്ങര പഞ്ചായത്ത് 17-ാം വാർഡിലെ വലിയോറ പാണ്ഡികശാല തട്ടാഞ്ചേരിമല കുടിവെള്ള പദ്ധതി പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമായി. 2015-ൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്നുള്ള 35 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച പ്രവൃത്തി 2ാം പിണറായി സർക്കാർ അനുവദിച്ച 64.5 ലക്ഷം രൂപയും അടക്കം 1 കോടിയോളം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. താനൂർ മൂച്ചിക്കലിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് യുവാവിനെ ഡീസൽ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച 2-അംഗ സംഘത്തെ ഇടുക്കിയിലെത്തി പിടികൂടി താനൂർ പോലീസ്. ഡിസംബർ 28-നാണ് മൂച്ചിക്കൽ റെയിൽവേ പാലത്തിനടിയിൽ നിറമരുതൂർ ആലിഞ്ചുവട് സ്വദേശിയായ മുഹമ്മദ് റാഫിയെയാണ് 2 പേർ കാറിൽ കയറ്റി ക്രൂരമായി മർദ്ദിക്കുകയും ഡീസൽ തലയിലൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സംരംഭകർക്കും സഹായകമാകുന്ന 4 പ്രധാന കെട്ടിടങ്ങൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഒരുങ്ങി. ചൊവ്വാഴ്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോൾ നിരകളിൽ സ്ഥിര സാന്നിധ്യവും വിരുന്നെത്തുന്നതുമായ നീർപക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി കണ്ടെത്തൽ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം പക്ഷികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് കണ്ടെത്തിയത്. മഞ്ചേരി പബ്ലിക് ലൈബ്രറിയിൽ VS കൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുസ്തക കോർണർ ആരംഭിച്ചു. മുൻ DGP അഡ്വക്കേറ്റ് C ശ്രീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് NT ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മിനി പമ്പയിൽ തീർത്ഥാടകരുടെ തിരക്കേറി. മിനി പമ്പയിലെ കടവിൽ സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ദേശീയപാതയോരത്തും ഭാരതപ്പുഴയിലുമാണ് തീർത്ഥാടകർ തമ്പടിക്കുന്നത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.